അങ്ങനെ ഞാനും പോസ്റ്റ് ചെയ്തു ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു ഫ്ലാഗ്, അതും എൻ്റെ സ്വന്തം സ്കൂളായ ചിന്മയ വിദ്യാലയ കണ്ണുമാലിയിൽ. ഞാൻ വളർന്ന് ഞാൻ പഠിച്ച ഒരു സ്കൂളിൽ എന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് എന്താണ് ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഇമോഷനെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാനായിട്ട് പറ്റും. എന്നെ ഞാനാക്കി മാറ്റിയതിൽ ഈ സ്കൂളിന് ഒരു വലിയ പങ്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് തിരിച്ചു വന്നത് ഏകദേശം 9 വർഷം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റും എൻ്റെ ടീച്ചേഴ്സിനൊക്കെ കണ്ടപ്പോൾ എനിക്ക് എല്ലാവരെയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനാണ് തോന്നിയത്. അത്ര ഒരു ഇമോഷൻ നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. ഞാനെപ്പോഴും സ്കൂളിൽ അങ്ങനെ പോയി വിസിറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിക്കും ഞാനിപ്പോഴും സ്കൂളിൽ സ്റ്റക്കാണെന്ന്. എൻ്റെ ലൈഫിൽ ബെസ്റ്റ് ഒരു എറ എന്ന് പറയുന്നത് എൻ്റെ സ്കൂൾ ലൈഫ് തന്നെയാണ് കേട്ടോ. സോ എന്നെ ഒരുപാട് ഇങ്ങനെ വിശ്വസിച്ച് എന്നെക്കൊണ്ട് പലതും ചെയ്യാൻ കഴിയും എന്നൊക്കെ വിശ്വസിച്ചത് എൻ്റെ ഫാമിലി മാത്രമല്ല കേട്ടോ, എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും കൂടെ. ഇപ്പോഴാണെങ്കിലും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ടീച്ചേഴ്സ് എന്നെ എൻകറേജ് ചെയ്യുന്നതും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ പഠിച്ചത് ഇത്ര നാളായിട്ട് പോലും അവർക്കൊക്കെ എന്നെ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ ഇന്നലെ ചെന്നപ്പോൾ ലൈക്ക് ഐ കുഡ് ഫീൽ ഇറ്റ്. അത് കഴിഞ്ഞ് ഇവൻ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് റൂമിലൊക്കെ ഒന്ന് കയറി ക്ലാസ് റൂമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ടീച്ചേഴ്സിൻ്റെ കൂടെ കുറേ സെൽഫിയൊക്കെ എടുത്തു. ഗൗരി ചേച്ചിയും മഞ്ജു ചേച്ചിയൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ടൈം മുതലേ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഇവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഈ ഇൻഡിപെൻഡൻസ് ഡേ എൻ്റെ ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് മാറി.